ഇങ്ങോട്ട് വന്നേ. ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുവന്ന് പ്രകൃതിയുടെ വികൃതി എന്ന് കേട്ടിട്ടുണ്ടോ, അതിലേക്കാണ്. ഈ ചെടി നിങ്ങൾ പല സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. റോഡോഡെൻഡ്രോൺ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല പർപ്പിൾ കളർ പൂവൊക്കെ ആയിട്ട്. പക്ഷെ ആളൊരു ഭീകരനുണ്ടോ. ആ മരത്തിൻ്റെ താഴോട്ടുള്ള വേരുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ലാബ്രിന്ത് എന്നാണ്. ലാബ്രിന്ത് എന്ന് പറഞ്ഞാൽ ചുറ്റിപ്പിടഞ്ഞ് കിടക്കുന്ന വഴി എന്നൊക്കെയുള്ളതാണ് അതിൻ്റെ മീനിങ്. പക്ഷെ ചുറ്റിപ്പിടഞ്ഞ് കിടക്കുന്ന ആരാ? ആ ചെടിയുടെ വേരുകളാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാട്ടുവഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിലെ ഒരു നല്ല നടപ്പാതയും അവരിട്ട് തന്നിട്ടുണ്ട്. നല്ല ചൂടുള്ള ഒരു ദിവസം നോക്കി വെച്ച് പിടിച്ചോളൂ. നല്ല രസമാണ് കേട്ടോ ഇതിലെ കിടക്കാൻ. നല്ല ഫ്രഷ് എയറൊക്കെ ശ്വസിച്ചുകൊണ്ട്. ഇനി അതുമാത്രമല്ല, വേരുകൾ എവിടെയൊക്കെ അംശമായിട്ട് ബാക്കി വന്നിട്ടുണ്ടോ അതിലെല്ലാം നല്ല ചിത്രപ്പണിയും ചെയ്തിട്ടുണ്ട്. ഒന്നും തന്നെ വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ല. കണ്ടോ, നല്ലൊരു മുയലച്ചനൊക്കെ ഇനി ഇവിടെ ഇരിക്കുന്നത്. ഇനി നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരുന്ന ആര്, പണ്ട് മാവിലും പ്ലാവിലും ഒക്കെ കുറേ കയറി കിടന്നല്ലേ. അപ്പം നമ്മുടെ കുട്ടികൾക്കും അതിനൊരു അവസരം കൊടുക്കണ്ടേ. അതിന് പറ്റിയ സ്ഥലം ഇവിടെയുണ്ട്. നല്ല വേരുകളിൽ അവർക്ക് പിടച്ച് കയറാം. അതുപോലെ കാട്ടിലൂടെ ചുമ്മാ ഇങ്ങനെ നടക്കാം. നല്ല സേഫാണ് കേട്ടോ, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നല്ല വൃത്തിയുമാണ്. ഇനി കുട്ടികൾ മാത്രമല്ല, വലിയവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിലും മരത്തേ കയറാം. കണ്ടില്ലേ, ഓരോരുത്തരും മേളിൽ വരെ കയറിയിരിക്കുന്നത്. നല്ല ബലമുള്ള വേരുകളാണ്, ഒന്നും പേടിക്കാനില്ല. ഇനി അതുമാത്രമല്ല, ഇതുപോലെ 3-4 പേരൊക്കെ കയറി ഇരുന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. ഇനി നമുക്കൊന്ന് തൂങ്ങി ആടാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി ആവാം. അപ്പോൾ ഇതിന് പറ്റിയ സ്ഥലമാണിത്, ലെഫ്ബറോയിലുള്ള ലാബ്രിന്ത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി കാട്ടിലൂടെ ഒരു നടപ്പാതെ നടക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതും ആവാം. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പ്ലേ ഏരിയ ഇവിടെയുണ്ട്. അതുപോലെ ഒരു കഫറ്റേരിയ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരത്തെ കഫറ്റേരിയ ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ചെറിയ പ്ലേ ഏരിയ, ഒത്തിരി വലിയ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. ഇനി നമുക്കും ഒരു വൈകുന്നേരം ഒരു പിക്നിക്കൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. 2 എൻട്രൻസാണ് ഇതിനുള്ളത്. 2 എൻട്രൻസിലും കാർ പാർക്കിങ്ങിന് ചാർജ് കൊടുക്കണം. എന്തോ 2 പൗണ്ട് 3 പൗണ്ടൊക്കെ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് നമ്മുടെ ഭാഗ്യം എന്ന് പറയട്ടെ, മെഷീൻ വർക്കിംഗ് എല്ലാം പൈസ കൊടുക്കേണ്ടി ഒന്നുമില്ല. പിന്നെ അതായത് ഇതുപോലെ പച്ചപ്പുല്ല് വരിച്ച നല്ല മൈതാനമുണ്ട്. അവിടെ ഫുട്ബോളോ ക്രിക്കറ്റോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ താല്പര്യം അനുസരിച്ച് കളിക്കാം. കുട്ടികളെ ചുമ്മാ കഴിച്ചു വിട്ടാൽ മതി. അവർ പിന്നെ അവരുടെ താല്പര്യത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളുമല്ലോ. പിന്നെ ഈ കാട്ടുവഴിയിലൂടെ നമ്മൾ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മലയൊക്കെ കയറാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിന് താല്പര്യമുള്ളവർ അത് കയറുവാണെങ്കിൽ ലെഫ്ബറോ ടൗൺ ഫുള്ളായിട്ട് ഇവിടെ ഈ മലമുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ഒരു കൺട്രി സൈഡിലൂടെ ഒരു യാത്രയൊക്കെ ചെയ്ത് നല്ല ഫ്രഷ് എയറൊക്കെ ശ്വസിച്ച് പോകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കോളൂ. ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുത്തേക്കാം. അപ്പം നേരെ വെച്ച് പിടിച്ചോളൂ കേട്ടോ.